നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കേരളം കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു വാർത്ത അത് പുറത്തുവരികയാണ്. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ വിചാരണ കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ പ്രതി അമറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. കോടതി വിധി കേൾക്കാൻ ജിഷയുടെ അമ്മയും സഹോദരിയും കോടതിയിലെത്തിയിരുന്നു. കൊലപാതകം, ബലാത്സംഗം, അതിക്രമിച്ചു കയറൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അസം സ്വദേശിയായ അമറുൽ ഇസ്ലാമിനെതിരെ നേരത്തെ തെളിഞ്ഞത്. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും പോലീസ് കെട്ടിച്ചമച്ച തെളിവുകളാണ് തനിക്കെതിരെ വിചാരണ കോടതി പരിഗണിച്ചത് എന്നുമാണ് പ്രതിയുടെ അപ്പീലിലെ വാദം. 2016 ഏപ്രിൽ 28 പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയായ ജിഷ കൊല്ലപ്പെട്ടത്. 2017 ഡിസംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതി അമറുൽ ഇസ്ലാം കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു. സംഭവം നടന്ന് 1.5 വർഷത്തിനു ശേഷമായിരുന്നു വിചാരണ കോടതി സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചത്. ജിഷ വധക്കേസിന്റെ നാൾ വഴികൾ എടുത്തു നോക്കിയാൽ അതിങ്ങനെയായിരുന്നു. 2016 ഏപ്രിൽ 28 പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥി പീഡനത്തിന് ഇരയായി ക്രൂരമായി കൊല്ലപ്പെട്ടത്. പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ലാതിരുന്ന പോലീസ് ആദ്യഘട്ടത്തിൽ പ്രതിയെ കണ്ടെത്താനാകാതെ വലയുകയായിരുന്നു. സംഭവസ്ഥലം സീൽ ചെയ്ത് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ പോലീസിന് സംഭവിച്ച വീഴ്ച വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇതൊരു രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെയും നാട്ടുകാരെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. മൃതദേഹത്തിൽ കണ്ട പ്രതിയുടെ പല്ല് അടയാളം തിരിച്ചറിയാൻ നിരവധി ആളുകളെ പച്ചമാങ്ങ കടുപ്പിച്ചുവരെ പോലീസ് അന്വേഷണം നടത്തി. സംഭവശേഷം പെരുമ്പാവൂർ വിട്ടുപോയ ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവായത്. ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ 2016 ജൂൺ 16 അസം സ്വദേശിയായ അമറുൽ ഇസ്ലാം പിടിയിലായത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പ്രതിയുടെ DNA പരിശോധന ഉൾപ്പെടെ നടത്തി ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചാണ് പ്രതി അമറുൽ ആണെന്ന് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചത്. 2016 ജൂൺ 28 പ്രതിയെ എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിലാണ് കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി കണ്ടെത്തിയത്. കൊലപാതക ശേഷം പ്രതി ഒഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ കത്തിയിലെ രക്തക്കറ നിയമ വിദ്യാർത്ഥിനിയുടേതാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. 2016 സെപ്റ്റംബർ 17 കോടതിയിൽ 1500 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു. ഏക പ്രതി അമറുൽ ഇസ്ലാമിനെതിരെയായിരുന്നു ബലാത്സംഗം, കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2016 നവംബർ മാസത്തിൽ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങി. ബലാത്സംഗം ഉൾപ്പെടെ ആരോപിക്കപ്പെട്ട കേസിൽ 2017 മാർച്ചിൽ അടച്ചിട്ട കോടതി മുറിയിൽ രഹസ്യ വിചാരണ നടത്താൻ കോടതി ഉത്തരവ് നൽകി. പ്രോസിക്യൂഷൻ സാക്ഷികളായ 100 പേരെ കോടതി വിസ്തരിച്ചു. 293 രേഖകളും 36 തൊണ്ടിമുതലുകളും പരിശോധിച്ചു. പ്രതിഭാഗം ഹാജരാക്കിയ 5 സാക്ഷികളെയും കോടതി സാക്ഷി വിസ്താരം നടത്തി. 2017 ഡിസംബറിൽ അന്തിമവാദം പൂർത്തിയാക്കി. പ്രതി നിയമ വിദ്യാർത്ഥിയുടെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് ബലാത്സംഗം ചെയ്തത് അല്ലെങ്കിൽ കൊല നടത്തിയത് എന്ന് കോടതി കണ്ടെത്തി. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെയും കുടുംബത്തിന്റെയും ആവശ്യം. കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രതി അമറുൽ ഇസ്ലാമിനെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരമാവധി ശിക്ഷയ്ക്കായി വധശിക്ഷ തന്നെ വിധിക്കുകയും ചെയ്തു.